ഡിജിറ്റൽ കണ്ടൻറ് റൈറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഡെമോ ആണ്. ലോഗിൻ ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ആകും. ശേഷം നമ്മുടെ പേരിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടൻറ് റൈറ്ററിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ ഈ ഓപ്ഷൻ വരും. എങ്ങനെയാണ് കണ്ടൻറ് റൈറ്റർ ജോലി ചെയ്യേണ്ടത് എന്നതിൻ്റെ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റെപ്പ് 1 പറയുന്നത് ടൈറ്റിൽ ലെങ്ത് മിനിമം 15 വേർഡ്സ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. വേർഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇവിടെ മുകളിൽ ടൈറ്റിൽ എന്ന് കണ്ടോ അതും ഒരു വേർഡ്, ലെങ്ത് എന്ന് കണ്ടോ അത് ഒരു വേർഡ്, മിനിമം എന്ന് കണ്ടോ അതും ഒരു വേർഡ്. ഇതുപോലെയുള്ള 15 വേർഡ്സാണ് എഴുതേണ്ടത് എന്ന് കരുതി ടൈറ്റിൽ ലെങ്ത് അല്ല ഞങ്ങൾ എഴുതേണ്ടത്. നമ്മുടെ സ്വയം ടൈറ്റിലാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ എന്താണ് ഒരു കണ്ടൻറ് എഴുതുന്നത് അതിനെക്കുറിച്ചുള്ള ടൈറ്റിലാണ് എഴുതേണ്ടത്. ആ ടൈറ്റിൽ മിനിമം 15 വേർഡ്സ് ഉണ്ടാകണം. blogger.com ക്ലിക്ക് ചെയ്യുകയാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ഇവിടെ പ്ലസിന് മുകളിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് എന്ന് വരും. ഇവിടെ കണ്ടോ ടൈറ്റിൽ, ഇവിടെയാണ് എഴുതേണ്ടത് ടൈറ്റിൽ. ഓക്കെ. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ലെങ്ത് മിനിമം 200 വേർഡ്സ് ഉണ്ടാവണം. നമ്മൾ എന്താണ് കണ്ടൻറ്റ് റൈറ്റ് ചെയ്യുന്നത്, എഴുതുന്നത്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് 200 വേർഡ്സ് മിനിമം ഉണ്ടാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കർസർ ബ്ലിങ്ക് ആവുന്നുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് കണ്ടൻറ്റ്സ് അത് നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. മിനിമം 200 വേർഡ്സിന് കുറയാതെ എഴുതണം എന്ന് പറഞ്ഞല്ലോ. ആ കണ്ടൻറ്റ്സ് എഴുതേണ്ട ലൊക്കേഷനാണ് ഇത്. അടുത്തതായിട്ട് ഹെഡ്ലൈൻസ് കൗണ്ട് മിനിമം 3 ഹെഡ്ലൈൻസ് ഉണ്ടാവണം. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ ലെങ്ത് മിനിമം 200 ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 200 വേർഡ്സിൽ മിനിമം 3 ഹെഡിങ് കൊടുക്കണം. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പ്ലേസിൽ ഞങ്ങൾ കണ്ടൻറ്റ്സ് റൈറ്റ് ചെയ്യുകയാണ്. 200 വേർഡ്സിൽ കുറയാതെ എഴുതണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേ ഇതിൻ്റെ ഇടയിലായിട്ട് മിനിമം 3 ഹെഡിങ്സ് എങ്കിലും കൊടുക്കണം. ആദ്യം ഞാനൊരു ഹെഡിങ് ഇവിടെ എഴുതുകയാണ്. അതിനുശേഷം അതിൻ്റെ താഴെ ഞങ്ങളുടെ കണ്ടൻറ്റ്സ് എന്താണോ ഞങ്ങൾക്ക് താല്പര്യമുള്ളത് അത് എഴുതിക്കൊണ്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് എന്ന് എഴുതുന്നതാണ്. ഇവിടെ കണ്ടൻറ്റ്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ. ഇങ്ങനെ എഴുതിക്കൊണ്ടും പോവുക. കണ്ടൻറ്റ്സ് ആണ് എഴുതേണ്ടത്. ഞാനിത് ഉദാഹരണത്തിന് കാണിക്കുന്നത് മാത്രമാണ്. ഓരോരോ കീ മാത്രം പ്രസ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇങ്ങനെ എഴുതിയതിന് ശേഷം അടുത്ത ഹെഡിങ് വേറെ ഒന്ന് ഇടണം. ഒരു പാര ആയതിനു ശേഷം അടുത്ത ഹെഡിങ് 2. ഹെഡിങ് 2 ആയി. ഇത് ഹെഡിങ് ആദ്യത്തേന് ഹെഡിങ് 1 എന്ന് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഹെഡിങ് 2 ആയി. ഒരു സ്പേസ് കൊടുക്കുക. താഴോട്ട് പോവുക. ആദ്യം റൈറ്റ് ചെയ്യുക. നമ്മുടെ കണ്ടൻറ്റ്സ് എന്താണോ അതാണ് റൈറ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ വെറുതെ ഉദാഹരണത്തിന് കാണിക്കുന്നതാണ്. ഇങ്ങനെയല്ല ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ കണ്ടൻറ്റ്സ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. പ്രത്യേകം പറയുകയാണ് കേട്ടോ. ഓക്കെ. ഇതുവരെ ഇച്ചിരി ആയതിനു ശേഷം എൻ്റർ ചെയ്യുക. താഴോട്ട് വരിക. ഇനി ഹെഡിങ് 3, ഹെഡിങ് 3. ഓക്കെ. അതിന് എൻ്റർ കൊടുക്കുക. അതിനുശേഷം കണ്ടൻറ്റ്സ് ബാക്കിയുള്ളത് ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഇതിന് നടുക്ക് പോസ്റ്ററൊക്കെ വെക്കാനുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെയാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ഇവിടെ ഹെഡിങ് ഞാൻ എഴുതിയതാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടൻറ്റ്സിന് അനുയോജ്യമായ ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഹെഡിങ് എന്ന് എഴുതിയെന്ന് കരുതിയിട്ട് നിങ്ങളും ഹെഡിങ് എന്ന് എഴുതരുത്. ഇവിടെ കണ്ടൻറ്റ്സ് നിങ്ങൾ എന്താണോ ഇവിടെ കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് അനുയോജ്യമായ ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. ഹെഡിങ് 1ലും അതുപോലെ തന്നെ ഹെഡിങ് 2 അതുപോലെ തന്നെ ഹെഡിങ് 3യും അതുപോലെ തന്നെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് എന്താണോ നമ്മൾ കണ്ടൻറ്റ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതിന് അനുയോജ്യമായ ഇമേജസ് നൽകണം. ഒരു പോസ്റ്റിന് അറ്റ്ലീസ്റ്റ് ഒരു ഇമേജെങ്കിലും നൽകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ കണ്ടൻറ്റ്സ് റൈറ്റ് ചെയ്യാൻ ഹെഡിങ് ആദ്യം എഴുതുന്നു. അതിനുശേഷമാണല്ലോ കണ്ടൻറ്റ്സ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എഴുതിയ കണ്ടൻറ്റ്സിന് അനുയോജ്യമായ ഒരു ഇമേജ് ഇവിടെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതുപോലെ രണ്ടാമത്തെ കണ്ടൻറ്റ്സ് എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് എഴുതുന്നു. അതിനുശേഷം കണ്ടൻറ്റ്സ് എഴുതുന്നു. ഈ കണ്ടൻറ്റ്സിന് അനുയോജ്യമായ ഒരു ഇമേജ് ഇവിടെ കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. അതുപോലെ ഇവിടെ ഒരു ഇമേജ് കൊടുക്കാം. അടുത്ത കണ്ടൻറ്റ്സ് എന്താണോ എഴുതുന്നത് അതിന് കറക്റ്റായിട്ട് ഒരു ഇമേജ് കൊടുക്കാം. ഇത്ര കാര്യങ്ങളാണ് സ്റ്റെപ്പ് 1ൽ പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2ൽ എന്താണെന്ന് നോക്കാം. ഡോണ്ട് പോസ്റ്റ് അഡൽട്ട് കണ്ടൻറ്റ് ആൻഡ് പാർട്ട് ടൈം ജോബ് റിലേറ്റഡ് കണ്ടൻറ്റ്. മനസ്സിലായി കാണുമല്ലോ. അഡൽട്ട് കണ്ടൻറ്റ് ഒന്നും തന്നെ ഇടാൻ പാടില്ല. അതുപോലെ പാർട്ട് ടൈം ജോബിനെ പറ്റിയുള്ള കണ്ടൻറ്റ്സ് ഒന്നും തന്നെ ഇടാൻ പാടുള്ളതല്ല.
ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡോണ്ട് യൂസ് സെയിം ടോപ്പിക് ആൻഡ് കണ്ടൻറ്റ് ടു അനദർ പോസ്റ്റ്. അതായത് ഒരിക്കൽ ഉപയോഗിച്ച അതേ കണ്ടൻറ്റ് തന്നെ മറ്റൊരു പോസ്റ്റിന് ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. നാലാമതായിട്ട് കമ്പനി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിന് പേയ്മെൻറ്റ് ലഭിക്കത്തില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്പോൺസർ കീവേഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ കീവേഡ്സ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഡബിൾ ക്വട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് THISൻ്റെ T ഉണ്ടല്ലോ, ഇവിടുന്ന് മുതൽ എൻഡ് വരെ, ഈ ക്വട്ടേഷൻ്റെ അടുത്ത് വരെ ഇതിത്രയും കോപ്പി ചെയ്യണം. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഇതിത്ര കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ ഡിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുള്ളത്, അതായത് 200 വേർഡ്സിൽ കുറയാതെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ എഴുത്തിൻ്റെ ബോട്ടം സൈഡിൽ വേണം ഇതിനെ പേസ്റ്റ് ചെയ്യാൻ. അതായത് ഇവിടെ വേണം പേസ്റ്റ് ചെയ്യാൻ. നമ്മൾ എന്തൊക്കെയാണോ കണ്ടൻസ് ഒക്കെ എഴുതിയിട്ട് ഇമേജൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നത്, അതിൽ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും താഴെ വേണം പേസ്റ്റ് ചെയ്യാൻ. അടുത്തതായിട്ട് എൻറ്റർ യുവർ പബ്ലിഷ്ഡ് URL. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ URL ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് പകരം ആ ഒരു URLനെ നമ്മുടെ വാട്സാപ്പിലോ ടെലിഗ്രാമിലോ അതോ നമ്മുടെ മറ്റൊരു മൊബൈലിലേക്കോ അയച്ചു കൊടുക്കുക. അവിടുന്ന് ആ URL ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അത് വെബ്സൈറ്റിൽ ഓപ്പൺ ആകും. വെബ്സൈറ്റിൽ ഓപ്പൺ ആയതിനു ശേഷം അവിടുന്ന് അഡ്രസ് ബാറിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അതാണ് പ്രൊസീജിയർ. ഇനി അടുത്തതായിട്ട് പറയുന്നത് എൻറ്റർ ടൈറ്റിൽ. 10 വേർഡ്സിൽ കുറയാതെ രീതിയിൽ വേണം ടൈറ്റിൽ കൊടുക്കാൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് പറയുന്നത് യുവർ പോസ്റ്റഡ് കണ്ടൻറ്റ് എനി വൺ ഇമേജ് URL. അതായത് നമ്മുടെ കണ്ടൻസിൽ ഉള്ള ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ URL ഇവിടെ പോസ്റ്റ് ചെയ്യണം. പക്ഷേ ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യരുത്. അതിനു പകരം നമ്മുടെ ഇമേജിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ന്യൂ പേജ് എന്ന് വരും. ഓപ്പൺ ന്യൂ പേജ് എന്നതിനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിനെ വാട്സാപ്പിലേക്കോ ടെലിഗ്രാമിലേക്കോ എവിടെയും ഷെയർ ചെയ്യുക. അവിടുന്ന് വേണം ലിങ്ക് എടുക്കാൻ. അവിടെ ഒരു ന്യൂ ലിങ്ക് കിട്ടും. അവിടുന്ന് ലഭിക്കുന്ന ആ ലിങ്കാണ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 20 വേർഡ്സിൽ കുറയാതെ എഴുതുക. അതായത് നമ്മൾ എന്താണോ കണ്ടൻറ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് അതിന് അനുയോജ്യമായ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ എഴുതേണ്ടത്. എഴുതുന്ന ഡിസ്ക്രിപ്ഷൻ 20 വേർഡ്സിന് കുറയാതെ രീതിയിൽ വേണം ഇവിടെ എഴുതാൻ. ഇതിത്ര ആയതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.